അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മൂന്നാം ക്ലാസ്സിലെ അവസാനത്തെ പരീക്ഷ താരീഖാണ്. അതിൻ്റെ റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി നമ്മളൊരു മോഡൽ ചോദ്യ പേപ്പറൊന്നും ചെയ്യൂല, എല്ലാം ഇതിൻ്റെ കൂടെ നമ്മൾ പഠിക്കുക. 12ാമത്തെ പാഠമാണ് ആദ്യം നോക്കാൻ പോകുന്നത്. ഈ പാഠത്തിൻ്റെ പേര് പ്രവാചകത്വം. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയായത് എത്രാമത്തെ വയസ്സിലാണ്? ആദ്യം വയസ്സ് നമ്മൾ പഠിച്ചു വെക്കുക. എത്രാമത്തെ വയസ്സിലാണ്? 40ാമത്തെ വയസ്സിലാണ് നബി ആയത്. പിന്നെ നബി ആയത് എവിടെ വെച്ചിട്ടാണ്? ഹിറാ ഗുഹയിൽ. മനസ്സിലായില്ലേ? അപ്പോൾ ഹിറാ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധ്യാന നിരതനായിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു അപരിചിതൻ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാണ്. അപ്പോൾ അവിടെ നബിൻ്റെ അടുക്കലേക്ക് വന്ന മലക്കിൻ്റെ പേര് എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം. പിന്നെ അടുത്തത്, ശേഷം എഴുതപ്പെട്ട ഒരു പട്ടിൻ കഷ്ണം കയ്യിൽ വെച്ചു കൊടുത്തു. എന്താണ് കയ്യിൽ വെച്ചു കൊടുത്തത്? എഴുതപ്പെട്ട ഒരു പട്ടിൻ കഷ്ണം കയ്യിൽ വെച്ചു കൊടുത്തു. പിന്നെ എന്താണ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു? ഇഖ്റ. അപ്പൊ നബി എന്താ മറുപടി പറഞ്ഞു? മാ അന ബിഖാരി. എന്താ ഇതിന്റെ അർത്ഥം? ഞാൻ വായിക്കാൻ അറിയുന്നവനല്ല. അപ്പൊ നബിയെ എന്ത് ചെയ്തു? അണച്ചു കൂട്ടി പിടിച്ചു. അതൊക്കെ നമുക്കറിയാം. അടുത്തത്, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഡാഷ് ലഭിക്കുന്നതിന്റെ ആരംഭമായിരുന്നത് ഏത്? വഹി ലഭിക്കുന്നതിന്റെ. അപ്പോൾ വഹി ലഭിക്കുന്നതിന്റെ തുടക്കം എവിടെ നിന്നായിരുന്നു? ഹിറാ ഗുഹയിൽ ഉണ്ടായ സംഭവത്തോടെ. അടുത്തത്, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വയസ്സ് എത്രയാണ്? 40. പ്രവാചകത്വം നുബുവത്ത് ലഭിച്ചത് 40 വയസ്സായിരുന്നു. പ്രവാചകത്വത്തിന്റെ അറബി നുബുവത്ത് പഠിച്ചില്ലേ? ഇനി നമുക്ക് ഇവിടെ കുറച്ച് പഠിക്കാനുണ്ട്. നബിമാർ എന്ന് പറഞ്ഞാൽ ആരാണ്? അള്ളാഹുവിൽ നിന്ന് വഹി ലഭിച്ച മനുഷ്യരാണ്. കാണാതെ പറയും, അള്ളാഹുവിൽ നിന്ന്. എന്താണ്? അള്ളാഹുവിൽ നിന്ന് വഹി ലഭിച്ച മനുഷ്യരാണ്. 3 പോയിന്റുകളിൽ, 1 അള്ളാഹുവിൽ നിന്ന്, 2 വഹി ലഭിച്ച 3 മനുഷ്യരാണ്. അപ്പൊ എങ്ങനെ പഠിക്കുക? അള്ളാഹുവിൽ നിന്ന് വഹി ലഭിച്ച മനുഷ്യരാണ് ആര്? നബിമാർ. തിരിച്ചും മറിച്ചും ചോദിക്കാം. അടുത്ത, വഹി എന്നാൽ എന്ത്? അള്ളാഹു നബിമാർക്ക് നൽകുന്ന പ്രത്യേക സന്ദേശമാണ് വഹി. അടുത്ത, ജിബ്രീൽ അലൈഹിസ്സലാം നബിമാർക്ക് വഹി എത്തിച്ചു കൊടുക്കാൻ ചുമതലപ്പെട്ട മലക്കാണ്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചുമതല എന്താണ്? നബിമാർക്ക് വഹി എത്തിച്ചു കൊടുക്കാൻ ചുമതലപ്പെട്ട മലക്കാണ്. നബിമാർക്ക് വഹി എത്തിച്ചു കൊടുക്കാൻ ചുമതലപ്പെട്ട മലക്കാണ് ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ ചുമതല എന്ത്? അങ്ങനെയും ചോദിക്കാം. അല്ലെങ്കിൽ ഈ ചുമതല തന്നിട്ട് ഇത് ഏത് മലക്കാണ്? അങ്ങനെയും ചോദിക്കാം. അടുത്ത, വിശുദ്ധ ഖുർആൻ. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് വഹി ആയി ലഭിച്ചതാണ് വിശുദ്ധ ഖുർആൻ. ചോദ്യത്തരം നോക്കാം. വഹി എന്നാൽ എന്ത്? പഠിച്ചു. എന്താണ് വഹി? അടുത്ത, ഇഖ്റ എന്ന് കേട്ടപ്പോൾ നബി തങ്ങളുടെ മറുപടി എന്തായിരുന്നു? മാ അന ബിഖാരി. നബുവത്ത് ലഭിക്കുമ്പോൾ നബി തങ്ങൾ എവിടെയായിരുന്നു? ഹിറാ ഗുഹയിൽ. പിന്നെ വഹി എത്തിച്ചു കൊടുക്കുന്ന മലക്ക് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ആദ്യം ലഭിച്ച വചനങ്ങൾ എന്താണ്? ഇഖ്റ ബിസ്മി മുതൽ അല്ലേ? അടുത്ത്, ഹിറാ ഗുഹയിൽ പ്രത്യക്ഷപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. അടുത്ത്, നുബുവത്ത് ലഭിക്കുമ്പോൾ നബി തങ്ങളുടെ വയസ്സ് 40. അടുത്ത്, സമ്മിലൂനി. ഈ പാഠത്തിൽ നമുക്ക് ആദ്യം തന്നെ ചോദ്യത്തരം നോക്കാം, വെറുതെ സമയം പോകണ്ടല്ലോ. ഒന്നാമത്തെ ചോദ്യം, അങ്ങ് അവശരെ ഡാഷ്. എന്താണ്? അങ്ങ് അവശരെ സഹായിക്കുന്നു. അടുത്ത്, അതിഥികളെ ആദരിക്കുന്നു. അടുത്തത്, വറക്കത്തിന്റെ കുടുംബം നന്നായി പഠിക്കുക. ഖുറൈശിലെ ബനൂ സഅദ് കുടുംബമാണ് വറക്കത്ത് ബിൻ നൗഫൽ. ഏതാണ്? ഖുറൈശിലെ ബനൂ സഅദ്. അടുത്തത്, കുടുംബ ബന്ധങ്ങൾ പുലർത്തുന്നു. പിന്നെ എന്നെ പുതപ്പിക്കൂ എന്ന് പറഞ്ഞത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബി തങ്ങളെ സാന്ത്വനപ്പെടുത്തിയത് ആരാണ്? ഖദീജ ബീവി. അടുത്തത്, ഹിറാ ഗുഹയിൽ നബി തങ്ങളെ സമീപിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാം. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നു. അടുത്തത്, വിവരങ്ങൾ മനസ്സിലാക്കി വറക്കത്ത് പറഞ്ഞത് എന്ത്? എന്താണ്? താങ്കളുടെ അടുത്ത് വന്നത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്നിരുന്ന മലക്കാണ്. അടുത്തത്, പിന്നെ തൗറാത്തിന്റെ ഇഞ്ചിയിലും പഠിപ്പിച്ച വ്യക്തിയായിരുന്നു ആര്? വറക്കത്ത് ബിൻ. ഇവിടെ വേറൊരു ചോദ്യം ഇങ്ങനെ തിരിച്ചും വരാം. എങ്ങനെ? വറക്കത്ത് ബിൻ ഖുറൈശിലെ ബനൂ സഅദ് കുടുംബമാണ് വറക്കത്ത് ബിൻ നൗഫൽ. അടുത്ത്, തൗറാത്തും ഇഞ്ചിയിലും നന്നായി പഠിച്ചറിഞ്ഞ മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം. ആര്? വറക്കത്ത് ബിൻ നൗഫൽ. അല്ലെങ്കിൽ ഇങ്ങനെ, എന്താണ്? വറക്കത്ത് ബിൻ നൗഫൽ എന്തായിരുന്നു? തൗറാത്തും ഇഞ്ചിയിലും നന്നായി പഠിച്ചറിഞ്ഞ മഹാപണ്ഡിതൻ. എങ്ങനെ എഴുതാ പഠിക്കാൻ നോക്കുക? മഹാപണ്ഡിതൻ.
നന്നായി പഠിച്ചറിഞ്ഞ മഹാപണ്ഡിതൻ പഠിച്ചില്ലേ? എങ്ങനെ എഴുതാൻ നോക്ക്. പണ്ഡിതനായിരുന്നു വറഖത്ത് ഇബ്നു നൗഫൽ. അടുത്തത് വഹയിന്റെ ആരംഭം എങ്ങനെയായിരുന്നു? ഈ സംഭവത്തോടു കൂടി പറയണം. ജിബ്രീൽ അലൈഹിസ്സലാം വരികയും എഴുതപ്പെട്ട ഒരു പട്ടിൻ കഷ്ണം കയ്യിൽ വെച്ച് കൊടുക്കുകയും വായിക്കാൻ പറയുകയും ഇഖ്റ എന്ന് പറഞ്ഞു. അപ്പൊ മാ നബി കാരി എന്ന് പറഞ്ഞു. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം അണച്ചു കൂട്ടി പിടിച്ചു. ഇവയെല്ലാം 3 പ്രാവശ്യം ആവർത്തിച്ച ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം ഇഖ്റ മുതൽ 5 ആയത്തുകൾ ഓതി കേൾപ്പിച്ചു. കണ്ടോ? അതാണ് അതിന്റെ ഉത്തരം. അടുത്ത നബി തങ്ങളുടെ വയസ്സ് രേഖപ്പെടുത്തും. നന്നായി പഠിക്കുക. മാതാവിന്റെ മരണം. അപ്പൊ നബി തങ്ങൾക്ക് എത്ര വയസ്സാണ്? നബിന്റെ ഉമ്മ മരിക്കുമ്പോ നബിക്ക് എത്ര വയസ്സാണ്? 6 വയസ്സ് അല്ലെ? 6 വയസ്സ്. അടുത്തത് പിതാമഹന്റെ മരണം ഉണ്ടാകുമ്പോ നബിക്ക് എത്ര വയസ്സാണ്? വയസ്സ് നന്നായിട്ട് ഓർത്തു വെക്കുക. നബിന്റെ ഉമ്മ വഫാത്താകുമ്പോ നബിന്റെ വയസ്സ് എത്രയാണ്? 6. നബിന്റെ ഉമ്മാന്റെ വയസ്സോ 20. അടുത്ത് പിതാമഹന്റെ മരണം എപ്പോഴാണ്? നബിക്ക് 8 വയസ്സാകുമ്പോൾ. അടുത്തത് ആദ്യത്തെ ഷാം യാത്ര എത്രാമത്തെ വയസ്സിലാണ്? 12. പിതൃവ്യന്റെ മരണം എപ്പോഴാണ്? 50. അടുത്ത രണ്ടാമത്തെ ഷാം യാത്ര 25. അതേപോലെ നബിന്റെ വിവാഹവും 25ആണ്. കഅബ പുനർനിർമ്മിച്ചത് 35-ാം വയസ്സിൽ. അടുത്ത നബി തങ്ങളുടെ 25-ാം വയസ്സിൽ ഡാഷ് 25-ാം വയസ്സിൽ വിവാഹം ചെയ്തു. നബി തങ്ങളുടെ 40-ാം വയസ്സിൽ നുബുവത്ത് ലഭിച്ചു. ഇനി ഈ പാഠത്തിൽ പ്രധാനപ്പെട്ടത് അള്ളാഹു ഒരിക്കലും താങ്കളെ പ്രയാസപ്പെടുത്തുകയില്ല. ആരോട് പറഞ്ഞു? ആരോട് പറഞ്ഞത്? ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ആരാണ്? ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അടുത്തത് സമ്മിലൂനി ആരോട് പറഞ്ഞു? സമ്മിലൂനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയോട് പറഞ്ഞു. ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് ഖദീജ ബീവി നബിനെ പറ്റി പറഞ്ഞത്? താങ്കൾ സത്യം മാത്രം പറയൂ, കുടുംബബന്ധങ്ങൾ ചേർക്കുന്നു, പ്രയാസങ്ങൾ തരണം ചെയ്യുന്നു, പാവപ്പെട്ടവരെ സഹായിക്കുന്നു, ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നു, അതിഥികളെ ആദരിക്കുന്നു. ഇങ്ങനെ കുറെ ഉണ്ട് അല്ലേ? ഇനി നോക്കുക. അടുത്ത പാഠത്തിൽ കാര്യമായിട്ട് പഠിക്കാനൊന്നുമില്ല. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ പോയിന്റായി പറഞ്ഞോളൂ. ഇനി നമ്മൾ 1-ാം പാഠം മുതൽ റിവിഷൻ ചെയ്യാൻ പോകണം. 1-ാം പാഠം മുതൽ നോക്കുമ്പോൾ ഫസ്റ്റത്തെ പാഠം എന്താണ്? ഫസ്റ്റത്തെ പാഠം ഹബീബി നബിനെ പറ്റിയുള്ളൊരു പാട്ട്. പിന്നെ പാട്ടൊന്നും പരീക്ഷയ്ക്ക് വരാൻ സാധ്യമല്ല, താരീഖല്ലത്. ഇനി ഇവിടെ നോക്കുക. ഇവിടെ നമ്മുടെ നബിയുടെ പേരെന്താണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിന്റെ ഉപ്പാന്റെ പേര് അബ്ദുള്ള, മാതാവിന്റെ പേര് ആമിന ബീവി, ഗോത്രം ഖുറൈശ്, കുടുംബം ഹാഷിം. നബിന്റെ കുടുംബം ഏതാണ്? ഹാഷിം. പിന്നെ ഇവിടെ കാര്യമായിട്ട് പഠിക്കാനുള്ള ഏറ്റവും ഉത്തമ സ്വഭാവത്തിന്റെ ഉടമയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സർവ്വലോകത്തിനും അനുഗ്രഹമായി വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമുക്ക് വേണ്ടി നാളെ മഹ്ശറയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യും. ഇനി നമ്മൾ അടുത്ത പാഠത്തിൽ പോകുക. 2-ാമത്തെ വകുപ്പ്. ഇഷ്ടം പോലെ പാഠം പഠിക്കാണ്ട്. താരീഖ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമ്മളെ പറ്റിച്ചു അല്ലേ? താരീഖ് നമ്മൾ വിചാരിച്ച പോലെ നല്ല ചോദ്യം വന്നത്, ഭയങ്കര ടഫ് ചോദ്യം വന്നത്. അപ്പൊ ഈ പ്രാവശ്യം എന്തായാലും എളുപ്പമാവട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. ഫസ്റ്റ് നോക്കുക. ഉമ്മുൽ ഖുറ എന്താ സംഭവം? അതായത് മക്കയുടെ 2 പേരുകൾ ഏതെല്ലാം? എന്തൊക്കെയാണ് മക്കന്റെ 2 പേരുകൾ? ഉമ്മുൽ ഖുറ, ബക്ക. ഇവിടെ മക്കക്ക് 2 പേരുകളുണ്ട്. മക്കക്ക് നേരെ മക്ക എന്നുള്ള പേരല്ലാതെ 2 പേരുണ്ട്. ഏതൊക്കെ? ഉമ്മുൽ ഖുറ, ബക്ക. ബക്കത്ത് എന്നാ ചെയ്തിട്ടോ, ബക്കത്ത് ഉമ്മുൽ ഖുറ. അടുത്തത് ഇസ്മായിൽ അലൈഹിസ്സലാം. പിന്നെ അപ്പോൾ ഉമ്മുൽ ഖുറ മക്കത്തുൽ മുക്കറമ. അടുത്ത ഇസ്മായിൽ അലൈഹിസ്സലാം എന്താ? മാവു സംസം അല്ലേ? മാവു സംസം എന്ന് പറഞ്ഞാൽ സംസം വെള്ളം പൊട്ടിയത് ആരെ കൊണ്ടാണ്? ഇസ്മായിൽ നബിനെ കൊണ്ടാ. അടുത്ത പത്നി ആരാണ്? ഹാജറ ബീവി. ആര്? ഇബ്രാഹിം നബിയുടെ ഭാര്യ. പത്നി ആരാണ്? ഹാജറ ബീവി. ഇബ്രാഹിം നബി ഹാജറ ബീവി. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഭാര്യ ആരാണ്? ഹാജറ ബീവി. അടുത്ത് ആദ്യ ഭവനം ഏതാണ്? കഅബ ഷരീഫ്. അടുത്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്, അത് ശരിയായിട്ട് ഏർപ്പെടുത്താൻ. മാവ് സംസം ഞാൻ കുടിച്ചിട്ടുണ്ട്, അതൊക്കെ പ്രധാനപ്പെട്ടതല്ല. അടുത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മകൻ ആരാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാം. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മ ആരാണ്? ഹാജറ ബീവി. മക്കയുടെ മറ്റൊരു പേര് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി പഠിക്കട്ടോ. പഴയ പരീക്ഷയ്ക്ക് വന്നൊക്കെയാണ്. ഹജ്ജും ഉംറയും നിർവഹിക്കാൻ എത്തുന്നത് എവിടെയാണ്? മക്കയിൽ അല്ലേ? പിന്നെ എന്താണ്?
സൗദി അറേബ്യയിലെ പരിപാവനമായ നഗരമാണ് ഡാഷ്, എന്താണ്? മക്ക. പിന്നെ നമ്മുടെ പരിശുദ്ധ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും മുസ്ലിങ്ങൾ എത്തുന്നത് എവിടെയാണ്? മക്കയിലാണ്. ഇതൊക്കെ കാക്കൊല്ല പരീക്ഷയ്ക്ക് കഴിഞ്ഞതുകൊണ്ട് അധികം ഒന്നും ചോദ്യം പ്രതീക്ഷിക്കണം. നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാം. പിന്നെ കാലിട്ടടിച്ച സ്ഥലത്താണ് പുണ്യജലമായ മാവു സംസം. ഹാജറ ബീവിയെയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെയും കൊണ്ടുവന്നത് താമസിച്ചത് ഇവിടെയാണ്. എവിടെ? മക്കയിൽ. മനസ്സിലായില്ലേ? നമ്മൾ അടുത്ത പാഠം പോവുക. ജനന വിശേഷങ്ങൾ. ചോദ്യത്തിന് മാത്രം നോക്കാം. കുഞ്ഞു പിറന്ന ഉടനെ പിതാമഹൻ എന്തു ചെയ്തു? എന്താ കുഞ്ഞു പിറന്ന ഉടനെ പിതാമഹൻ എന്താ ചെയ്തത്? അള്ളാഹുവിനെ സ്തുതിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തു. കഅബ ഷരീഫിൽ കൊണ്ടുപോയി അള്ളാഹുവിനെ സ്തുതിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തു. അടുത്തത്, വിഗ്രഹങ്ങൾ തലകുത്തി വീണത് എപ്പോൾ? എപ്പോഴാണ് വിഗ്രഹങ്ങൾ തലകുത്തി വീണത്? എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചപ്പോൾ. അടുത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനസമയം പേർഷ്യയിൽ ഉണ്ടായ അത്ഭുതങ്ങൾ എന്തെല്ലാം? പേർഷ്യയിൽ 2 അത്ഭുതം ഉണ്ടായിരുന്നു അല്ലേ? എന്തൊക്കെയാണ്? പേർഷ്യൻ ചക്രവർത്തിയുടെ സിംഹാസനം തകർന്നു തരിപ്പണമായി. പിന്നെ പേർഷ്യക്കാർ വർഷങ്ങളായി പൂജിച്ചു വന്നിരുന്ന അഗ്നികുണ്ഡം അണഞ്ഞുപോയി. ആ 2 അല്ലേ? പിന്നെ ചെരുവിൽ സമുദ്ര തുല്യമായ ജലപ്രവാഹം ഉണ്ടായി. അതൊക്കെ ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, ബനു സഹ്റ. ഇത് നന്നായി പഠിക്കട്ടോ. അതായത് ആളുകളെ പേരും അവരുടെ കുടുംബമൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ എന്താ പഠിക്കുന്നത്? ആമിന ബീവി അല്ലെ? ആമിന ബീവിന്റെ കുടുംബം ഏതാണ്? ഗോത്രം ഏതാണ്? ബനു സഹ്റ. പിന്നെ ആമിന ബീവിന്റെ ഉമ്മാന്റെ പേര് വഹബിന്റെ മകളാണ് ആമിന ബീവി അല്ലെ? അപ്പോ ഉപ്പാന്റെ പേര് എന്താണ്? വഹബ്. അപ്പൊ ആമിന ബീവി വഹബ് ബനു സഹ്റ. ഓക്കെ അല്ലേ? അപ്പൊ ആമിന ബീവിന്റെ കുടുംബം ഏതാണ്? ബനു സഹ്റ. ഉപ്പാന്റെ പേരെന്താണ്? വഹബ്. പഠിച്ചില്ലേ? അടുത്തത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം തിങ്കളാഴ്ച അല്ലെ? നബി തങ്ങളുടെ ജനനം തിങ്കളാഴ്ച. അടുത്ത് അബ്ദുൽ മുത്തലിബ് ആരാണ്? പിതാമഹൻ. അടുത്ത അഖീഖ അടുത്തത് 7-ാം ദിവസം. അടുത്തത് സമാവ താഴ്വര ജലപ്രവാഹം. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബീല ഗോത്രം. നബി തങ്ങളുടെ ഗോത്രം ഏതാണ്? വളരെ സിമ്പിൾ, ഖുറൈശ് ഗോത്രം. നബി തങ്ങൾ ജനിച്ച വർഷം 571, ക്രിസ്തു വർഷം 571. നബി തങ്ങൾക്ക് പേര് നൽകിയത് ആരാണ്? നബി തങ്ങൾക്ക് പേര് നൽകിയത് കണ്ടോ? കുഞ്ഞ് പിറന്ന ഉടനെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് കുഞ്ഞിനെ പരിശുദ്ധ കഅബയിൽ കൊണ്ട് അല്ലാഹുവിനെ സ്തുതിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തു. 7-ാം ദിവസം അഖീഖ അറുക്കുകയും മുഹമ്മദ് എന്ന് പേരിടുകയും ചെയ്തു. അപ്പൊ ആരാ പേര് നൽകിയത്? അബ്ദുൽ മുത്തലിബ്. അടുത്ത ചോദ്യം, പിന്നെ നബി തങ്ങളുടെ പിതാവ് മരണപ്പെട്ടത് എപ്പോഴാണ്? നബിയുടെ ജനനത്തിന്റെ 7 മാസങ്ങൾക്ക് മുമ്പ്. അടുത്ത കുടുംബ പരമ്പര. ഈ പാഠത്തിൽ ചോദ്യത്തിൽ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഡാഷ്, അദ്നാൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാം പിതാമഹൻ, അബ്ദുൽ മുത്തലിബ് ആരാണ്? പിതാമഹൻ അല്ലേ? അടുത്ത് ജുർഹും. ഇനി ഇത് പഠിക്കണം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇതിൽ ഏതാ വേണ്ടത്? അതുപോലെ അദ്നാൻ ഏതാ വേണ്ടത്? അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ജുർഹും ഗോത്രത്തിലെ അദ്നാൻ മുതൽ ഖുറൈശ് ഗോത്രത്തിലെ അബ്ദുൽ മുത്തലിബ് വരെയുള്ളവരാണ് അവർ. ആര്? എന്താണ്? നബിയുടെ 20 പിതാമഹന്മാര് അല്ലെ? ആരൊക്കെയാണ്? ജുർഹും ഗോത്രത്തിലെ അദ്നാൻ മുതൽ. അപ്പൊ ജുർഹും ഗോത്രത്തിലാണ് അദ്നാൻ. പിന്നെ അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മകനാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാം. അപ്പൊ അത് ശരിയായി. അപ്പൊ ജുർഹും ഗോത്രത്തിൽ അദ്നാൻ മുതൽ ഖുറൈശ് ഗോത്രത്തിൽ അബ്ദുൽ മുത്തലിബ് വരെയുള്ളവരാണ് അവർ. അത് പഠിച്ചു. അടുത്ത് ഖുറൈശിൽ നിന്ന് തെരഞ്ഞെടുത്തു ആരെ? ഖുറൈശിൽ നിന്നും എന്നെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ഉത്തരം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യനിഷേധികൾ ഉണ്ടായിട്ടില്ല ഏത് പരമ്പരയിൽ? എന്താണ്? ഏത് പരമ്പരയിലാണ് സത്യനിഷേധികൾ മാന്യത പുലർത്തുകയോ അവരിൽ ആരും ഉണ്ടായിട്ടില്ല? നബിയുടെ കുടുംബ പരമ്പരയിൽ അല്ലെ? അടുത്തവിടെ പഠിക്കേണ്ടത് എന്താണ്? ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ മക്കളിൽ നിന്ന് തെരഞ്ഞെടുത്തു ആരെ? ഇസ്മായിൽ നബി അലൈഹി സ്വലാം മക്കളിൽ നിന്ന് കിനാനയെ. അടുത്തത് പിന്നെ ഇവിടെ പഠിക്കാനുള്ളതാണ്. ഏത്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പിതാവിന്റെയും മാതാവിന്റെയും വംശപരമ്പര പരിശുദ്ധമാണ്. പരിശുദ്ധമാണ് എങ്ങനെ എഴുതാൻ പഠിക്കുക? എന്താ പഠിക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പിതാവിന്റെയും മാതാവിന്റെയും വംശപരമ്പര ഡാഷ് എന്താണ്? പരിശുദ്ധമാണ്. പരിശുദ്ധ എങ്ങനെ എഴുതാൻ നോക്കുക. അടുത്ത ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയുടെ കുടുംബമാണ് ഡാഷ് ജുർഹും. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയുടെ കുടുംബമാണ് ജുർഹും. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ഡാഷ് എന്താണ്? ഭാര്യയുടെ കുടുംബമാണ് ഡാഷ് ജുർഹും. അടുത്തത് ഈ പാട്ട് പഠിക്കുക. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാഷിമുൻ അബ്ദു മനാഫിം മുൻതസിബ് ഖുസൈ കിലാബുൻ മുറത്തുൻ കഅബുൻ ലുഐ ഖാലിബു ഫിഗ്റും മാലികുൻ നദർ. ഇത് നന്നായി പഠിക്കുക. കാരണം 5ാം ക്ലാസ്സിലേക്ക് 3ാം ക്ലാസ് 4ാം ക്ലാസ്സിലേക്ക് ജയിക്കണമെങ്കിൽ ഇത് ഈ പാട്ടൊക്കെ നിങ്ങൾക്ക് നന്നായി അറിയണം. അപ്പോൾ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാണ്. അടുത്ത പാഠം എന്താണ്? കുട്ടിക്കാലം അല്ലേ? കുട്ടിക്കാലത്തിൽ എന്തൊക്കെ പഠിക്കാനുള്ളത്? ഹലീമ ബീവി. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഹലീമ ബീവി ആരാണ്? നബിന്റെ പോറ്റുമ്മ അല്ലെ? മുലയൂട്ടൽ. ഹലീമ ബീവി ഏതാനും ദിവസം സുവൈബത്തുൽ അസ്ലമിയ മുലയൂട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആരാണ്? ഹലീമ ബീവി അല്ലെ? ഹലീമ ബീവി എത്ര വയസ്സ് വരെ മുലയൂട്ടി? 2 വയസ്സ് വരെ ഹലീമ ബീവി നബി തങ്ങൾക്ക് മുലപ്പാൽ നൽകി. അപ്പൊ നബി തങ്ങളുടെ പോറ്റുമ്മയാണ് ആര്? ഹലീമ ബീവി. അടുത്ത് മുലകുടിക്കാലം 2 വയസ്സ്. മലക്കുകൾ എന്ത് ചെയ്തു? ഹൃദയം കഴുകി വൃത്തിയാക്കി. ലംറത്ത് ആരാണ്? ലംറത്ത് ആരാണ്? ഹലീമ ബീവിക്ക് മുല കുടിക്കുന്ന ഒരു മകനുണ്ടായിരുന്നു, അതാണ് ലംറത്ത്. ഇനി വേറൊരു പാഠത്തിൽ മൈസറത്ത് പഠിക്കാണ്ട് അല്ലെ? നമ്മൾ പഠിച്ചോന്ന് അറിയില്ല. മൈസറത്ത് ആരാണ്? ഖദീജ ബീവിയുടെ സേവകൻ മൈസറത്ത്. അത് കാണാതെ പഠിക്കട്ടോ. ഖദീജ ബീവിയുടെ സേവകൻ മൈസറത്ത്. അടുത്ത വൃക്ഷങ്ങളിൽ എന്തുണ്ടായി? കായ്കനികൾ ഉണ്ടായി. പാലൂട്ടൽ കാലം കഴിഞ്ഞും 2 വർഷം താമസിച്ചു. പിന്നെ വലതുമുലയിലെ പാൽ മാത്രമേ കുടിക്കാറുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എന്താ? മക്കയിലെ ഒരു പതിവായിരുന്നു എന്ത്? അത് നമുക്കറിയാം. എന്താണ്? അക്കാലത്ത് മക്കയിൽ ഒരു പതിവുണ്ടായിരുന്നു. മക്കളെ മുലയൂട്ടി വളർത്തുന്ന ഗ്രാമീണ സ്ത്രീകളുടെ അടുത്ത് കുഞ്ഞുങ്ങളെ പോറ്റുന്നതിനായി ഏൽപ്പിക്കാം. ആമിന ബീവി തന്റെ മകനെ ഏൽപ്പിച്ചത് ഹലീമ സഅദി എന്ന മഹദിയാണ്. ഈ കുട്ടിയെ ലഭിച്ചപ്പോൾ ഹലീമ ബീവിക്ക് വലിയ സന്തോഷമായി. അങ്ങനെയൊക്കെ അവിടെ പറയുന്നുണ്ട്. അടുത്ത് നബി തങ്ങൾക്ക് ഹലീമ ബീവിയുടെ അടുക്കൽ താമസിച്ചത് എത്ര കാലം? എത്രയാണ്? 4 വർഷം അല്ലെ? 2 വയസ്സ് മുലയെടുക്കലും പിന്നെ അത് കഴിഞ്ഞ് 2 വർഷം. ലംറത്തിന് നബി തങ്ങൾക്ക് പരിഗണിച്ചത് എങ്ങനെയാണ്? എന്താണ്? ഒരു മുല മാത്രമേ കുടിക്കാറുള്ളായിരുന്നു അല്ലെ? ആ കുട്ടിക്ക് കൂടി മുലപ്പാൽ വേണമെന്നത് കൊണ്ട് നബി തങ്ങൾ വലതു മുലയിലെ പാൽ മാത്രമേ കുടിക്കാറുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാണ്. കുറേ പാഠം നോക്കാണ്ടാവുകൊണ്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് മാത്രം നോക്കിയിട്ട് പോവാം. ശരിയും തെറ്റും അടയാളപ്പെടുത്താം. ആമിന ബീവിക്ക് രോഗം ബാധിച്ചത് എവിടെ വെച്ച്? മദീനയിൽ വെച്ച് അല്ല, എവിടെ വെച്ചിട്ടാണ്? അബവാ. ഇവിടെ കാണാൻ പഠിക്കുക. മടക്ക യാത്രയിൽ അബവാ എന്ന സ്ഥലത്ത് വെച്ച് ആമിന ബീവിക്ക് രോഗം ബാധിച്ചു. മടക്കയാത്രയിൽ ഇത് കാണാതെ പഠിക്കുക. മടക്കയാത്രയിൽ അബവാ എന്ന സ്ഥലത്ത് വെച്ച് ആമിന ബീവിക്ക് രോഗം ബാധിച്ചു. രോഗം ബാധിച്ചു എങ്ങനെ ഇതാ? ഇത് കൊല്ല പരീക്ഷയ്ക്ക് വന്നതാണ്. എന്നാലും എങ്ങനെ? രോഗം ബാധിച്ചു. മടക്കയാത്രയിൽ അബവാ എന്ന സ്ഥലത്ത് വെച്ച് ആമിന ബീവിക്ക് രോഗം ബാധിച്ചു. അടുത്തത് അവിടെ വെച്ച് തന്നെ അവർ വഫാത്തായി. അവിടെ തന്നെ മറവ് ചെയ്യുകയും ചെയ്തു. അന്ന് അവർക്ക് എത്ര വയസ്സ്? 20. ആമിന ബീവിക്ക് വയസ്സ് എത്ര? 20. അടുത്ത് കുട്ടിയുമായി ഉമ്മു ഐമൻ മക്കയിലെത്തുകയും അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അടുത്ത ആമിന ബിയുടെ ഖബർ അബവായിലാണ്. ശരി തന്നെ. അടുത്ത മരണപ്പെടുമ്പോൾ ആമിന ബിയുടെ വയസ്സ് 20 ആയിരുന്നു. ശരി. നബിതങ്ങൾ മദീനയിൽ വെച്ച് നീന്തൽ പഠിച്ചു അല്ല. നബിതങ്ങൾ എവിടെ വെച്ചിട്ടാണ് നീന്തൽ പഠിച്ചത്? ഇതാ, 1 മാസം മദീനയിൽ താമസിച്ചു. അതിനിടയിൽ ശരി തന്നെ അല്ലേ? നീന്തൽ പഠിച്ചു. അപ്പൊ ശരി തന്നെ, മദീന വെച്ച് നീന്തൽ പഠിച്ചു. അതും ശരിയാ. അടുത്ത ഉത്തരം പറയാം. ഉമ്മയോടൊപ്പം നബിതങ്ങൾ മദീനയിൽ താമസിച്ച കാലം എത്ര? ഇതാ, 1 മാസം അവർ മദീനയിൽ താമസിച്ചു. ഇനി നമ്മളിവിടെ 2 ഉമ്മാരെ പേരുണ്ട്. പോറ്റുമ്മ, പെറ്റുമ്മ. കണ്ടോ? പോറ്റുമ്മ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹലീമ ബീവി. പെറ്റുമ്മ എന്ന് പറഞ്ഞാൽ ആമിന ബീവി, നബിനെ പ്രസവിച്ചത്. അതാണ് പെറ്റുമ്മ. അപ്പോൾ പെറ്റുമ്മ എന്ന് പറഞ്ഞാൽ ആമിന ബീവി, പോറ്റുമ്മ എന്ന് പറഞ്ഞാൽ ഹലീമ ബീവി കേട്ടോ. അടുത്ത ചോദ്യം എന്താ? ഉമ്മു ഐമൻ കുട്ടിയെ എന്ത് ചെയ്തു? എന്താ കുട്ടിയെ ചെയ്തത്? കുട്ടിയുമായി ഉമ്മു ഐമൻ മക്കയിലെത്തുകയും അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അടുത്ത് ഉമ്മ മരണപ്പെടുമ്പോൾ നബി തങ്ങളുടെ പ്രായം എത്ര? വെരി വെരി ഇമ്പോർട്ടന്റ്. എന്താണ്? ഉമ്മ മരണപ്പെടും നബി തങ്ങളുടെ വയസ്സ് 6. ആമിന ബീവിന്റെ വയസ്സ് 20. ഈ കുട്ടിയിൽ അന്ത്യപ്രവാചകരുടെ ലക്ഷണങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞത് ആരാണ്?
ജൂതപണ്ഡിതൻ ജൂതപണ്ഡിതൻ ജൂതപണ്ഡിതൻ. പഠിച്ചില്ലേ? അടുത്ത ചോദ്യോത്തരം നോക്കാം. എന്താ? പിതൃവ്യന്റെ തണൽ. പിതൃവ്യന്റെ തണലിൽ അബ്ദുൽ മുത്തലിബ് നബി തങ്ങളുടെ സംരക്ഷണം ഏൽപ്പിച്ചത് ആരെയാണ്? ഇതാ, 8-ാം വയസ്സിലാണ് ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് ഇഹലോകവാസം വെടിഞ്ഞത്. നേരത്തെ നമ്മൾ വയസ്സ് പഠിച്ചു. 8-ാം വയസ്സിലാണ് ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് ഇഹലോകവാസം വെടിഞ്ഞത്. അബ്ദുൽ മുത്തലിബ് മരണാസന്നമായപ്പോൾ നബി തങ്ങൾക്ക് സംരക്ഷണം നൽകാനായി അബൂ താലിബിനെ ചുമതലപ്പെടുത്തി. ഇത് കാണാതെ പഠിക്കാം. അബ്ദുൽ മുത്തലിബ് മരണാസന്നമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംരക്ഷണം നൽകാനായി അബൂ താലിബിനെ ചുമതലപ്പെടുത്തി. പഠിച്ചില്ലേ? എങ്ങനെ ഇത് നോക്കുക? ചുമതലപ്പെടുത്തി. അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് അബൂ താലിബ്. അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് ഡാഷ് 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 അബൂ താലിബ്. പഠിച്ചില്ലേ? അബ്ദുൽ മുത്തലിബിന്റെ മരണമാസന്നപ്പോൾ നബിതങ്ങൾക്ക് സംരക്ഷണം നൽകാനായി അബൂ താലിബിനെ ഡാഷ് 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 ചുമതലപ്പെടുത്തി. പിന്നെ അബ്ദുൽ മുത്തലിബ് മകനാണ് ആര് അബൂ താലിബ്. നബി തങ്ങളുടെ പിതൃവ്യൻ ആര്? അബൂ താലിബ്. അടുത്തടുത്ത് എന്താ? സ്നേഹവും കരുണയുമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. ആര്? വളരെ സിമ്പിളാണ്. അബൂ താലിബ്. അബൂ താലിബിന്റെ സംരക്ഷണത്തിലായിരിക്കെ നബി തങ്ങൾ ആരെയാണ് വിവാഹം ചെയ്തത്? വെരി സിമ്പിൾ, ഖദീജ ബീവി. ഉപരോധം കാരണം നബി കുടുംബം താമസിച്ച എവിടെ? ഷിഅബിൽ. ഒക്കെ കഴിഞ്ഞ പരീക്ഷക്കൊക്കെ വന്നതാണ്, നമുക്ക് ഓർമ്മ ഉണ്ടാവും അല്ലേ? ഷിഅബിൽ. അടുത്തത് കുടുംബം താമസിച്ച എവിടെ? അടുത്ത പിതൃവ്യൻ നബി തങ്ങളെ സംരക്ഷിച്ചത് എത്ര വയസ്സ് വരെയാണ്? 50 വയസ്സ് വരെ അല്ലെ? 50 വയസ്സ് വരെ. അബൂ താലിബിൻ നബി തങ്ങളോട് വലിയ സ്നേഹമായിരുന്നു. ഒരു ഉദാഹരണം എഴുതുക. അവിടെ പറയുന്നുണ്ട് നബിന്റെ ഒപ്പം മാത്രമേ ഭക്ഷണം അല്ലെ? നബിയെ ഒപ്പം ഇരുത്തി മാത്രമേ അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ. അടുത്ത് അബ്ദുൽ മുത്തലിബ് നബി തങ്ങൾ അബൂ താലിബിനെ ഏൽപ്പിക്കുമ്പോൾ നബി തങ്ങളുടെ പ്രായം ശരിക്കും ശ്രദ്ധിക്കുക, 8. അടുത്ത് അബൂ താലിബ് നബി തങ്ങളെ കഅബ ഷരീഫിൽ കൊണ്ടുപോവാൻ കാരണം? അബൂ താലിബ് പിന്നെ ഖദീജ ഉടനെ അബൂ താലിബ് എന്തിനാണ് നബി തങ്ങളെ കൊണ്ടുപോയത് അല്ലെ? എന്താണ്? മക്കയിൽ ഒരു വരൾച്ചയുണ്ടായി. ജനങ്ങൾ അബൂ താലിബിനെ സമീപിച്ചു, അവരുടെ പ്രയാസങ്ങൾ അറിയിച്ചു. അദ്ദേഹം നബി തങ്ങളെ കൊണ്ട് കഅബ ഷരീഫിലെത്തി. അപ്പൊ എന്താണ്? വരൾച്ച ഉണ്ടായി. വരൾച്ചയാണ് കാരണം. അടുത്ത് അബൂ താലിബിന്റെ സംരക്ഷണത്തിൽ നബി തങ്ങൾ വളർന്ന കാലം എത്രയാണ്? 42 വർഷം. ഇനി ഇവിടെ പ്രധാനപ്പെട്ട എന്താണ്? പോറ്റുമ്മ ഹലീമ ബീവി പോറ്റുമ്മ 4 വയസ്സ് വരെ നബി തങ്ങൾ പോറ്റി വളർത്തി. അടുത്ത് ആമിന ബീവി എന്താണ്? മാതാവ്. നബിയുടെ 6-ാം വയസ്സിൽ അബവായിൽ രോഗം ബാധിച്ച് വഫാത്തായി. അടുത്ത് പിതാവ് അബ്ദുള്ള നബി ജനിക്കുന്ന 7 മാസം മുമ്പ് വഫാത്തായി. ജനനം AD 571 ഏപ്രിൽ 21 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച മക്കയിൽ. അടുത്ത പിതൃവ്യൻ അബൂ താലിബ് 42 കൊല്ലം നബി തങ്ങൾക്ക് സംരക്ഷണം നൽകി. പിതാമഹൻ അബ്ദുൽ മുത്തലിബ്. പിതാമഹൻ ആരാണ്? അബ്ദുൽ മുത്തലിബ് കേട്ടോ. നബി തങ്ങളെ 8-ാം വയസ്സിൽ വഫാത്തായി. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഉപ്പാപ്പ എന്ന് പറഞ്ഞു അല്ലേ? ഇവിടെ ഉപ്പാപ്പ തന്നെയാണ് ആര്? പിതാമഹൻ. കണ്ടോ? അപ്പൊ ഉപ്പാപ്പക്കാണ് എന്ത് പറയുക? പിതാമഹൻ. അപ്പൊ അന്തം വിടരുത്. പിതാമഹൻ എന്ന് പറഞ്ഞാലും ഉപ്പാപ്പ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അടുത്ത് എന്താണ്? ഷാം യാത്രകൾ. ഇവിടെ നമുക്ക് കുറച്ച് വയസ്സുകൾ പഠിക്കാണ്ട്. അത് ഒന്നാമത്തെ എന്താ? ഷാം പിന്നെ എന്താണ്? ഷാം യാത്ര. ഒന്നാമത്തെ ഷാം യാത്ര, രണ്ടാമത്തെ ഷാം യാത്രയുണ്ട്. ഒന്നാം ഷാം യാത്ര ആരുടെ കൂടെയായിരുന്നു? പിതൃവ്യനായ അബൂ താലിബിൻ തന്റെ ഷാമിലേക്കുള്ള യാത്രയിൽ തങ്ങളെയും കൂടെ കൊണ്ടുപോയി. അപ്പൊ ആരെ കൂടെ പോയത്? അബൂ താലിബിന്റെ കൂടെ. അടുത്ത് ബഹീറ പറഞ്ഞ പുരോഹിതനാണ്. മൈസറത്ത് സേവകൻ. പഠിച്ചു വെക്കാം. മൈസറത്ത് സേവകൻ. ഖദീജ ബീവിന്റെ സേവകൻ ആരാണ്? മൈസറത്ത്. അടുത്ത് ഖദീജ ബീവി കച്ചവടം ചെയ്തു അല്ലേ? ഇനി നമ്മൾ പിന്നെ അടുത്ത ചോദ്യം എന്താ? ആദ്യം ഷാം യാത്രയിൽ വേളയിൽ നബി തങ്ങളുടെ പ്രായം എത്ര? വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നബി തങ്ങൾക്ക് 2 വയസ്സ് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് ഏതാ? ആദ്യ ഷാം യാത്ര 12, രണ്ടാമത്തെ ഷാം യാത്ര 25 25. പഠിച്ചില്ലേ? അടിച്ച് ബഹീറ എന്ന പുരോഹിതൻ നബി തങ്ങളെ കണ്ടുമുട്ടിയ സ്ഥലം എവിടെ വെച്ചിട്ടാണ്? ബഹീറ എന്ന പുരോഹിതൻ കണ്ടുമുട്ടിയത് ബുസ്റ എന്ന സ്ഥലത്ത്. ബഹീറ. അടുത്തത് നബി തങ്ങളെ കണ്ടപ്പോൾ നസ്തൂറ എന്തു പറഞ്ഞു? എന്താ നസ്തൂറ പറഞ്ഞത്? ഈ ചുവട്ടിൽ ഇരിക്കുന്നത് നബി അല്ലാതെ മറ്റാരുമല്ല. പിന്നെ ഖദീജ ബിയുടെ സന്തോഷിക്കാനുള്ള കാരണങ്ങൾ. പിന്നെ ഇവിടെ നോക്കുക. ഈ യാത്രയിൽ നബി തങ്ങൾക്ക് മാത്രം മേഘം തണലിട്ട് കൊടുത്തു. കച്ചവടത്തിൽ പതിവിലേറെ ലാഭമുണ്ടായി. അപ്പൊ ഈ പാഠത്തിൽ പ്രധാനപ്പെട്ട് പറഞ്ഞു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പാഠത്തിൽ പിന്നെ നമ്മൾ പറഞ്ഞില്ലേ എന്ത്?
അതായത് ഇവിടെ നമ്മൾ ഖദീജ ബീവിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഖദീജ ബീവിയുമായുള്ള വിവാഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അബൂ ത്വാലിബ്, അബൂ ത്വാലിബ്, അബൂ ത്വാലിബ് കേട്ടോ. പിന്നെ നബിന്റെ വയസ്സ് എല്ലാ പാഠത്തിലും നബിന്റെ വയസ്സ് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇപ്പൊ നബി ഉമ്മാന്റെ വീട്ടിലേക്ക് പോയല്ലോ ചെറിയ കുട്ടിയാകുമ്പോൾ, അത് എത്രാമത്തെ വയസ്സിലാണ്? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നമ്മൾ പഠിച്ചതാണ് നേരത്തെ, 6ാമത്തെ വയസ്സിൽ അല്ലേ. അടുത്ത് വൈവാഹിക ജീവിതം. വൈവാഹിക ജീവിതം ചോദ്യത്തരം നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താ? ഷാം യാത്ര കഴിഞ്ഞ് ഡാഷ് മാസങ്ങൾക്കകമായിരുന്നു വിവാഹം, 2 മാസത്തിനകം. അടുത്ത് ഖദീജ ബിയുടെ പിതാവ് ഡാഷ് ആയിരുന്നു, ഹുവൈലിദ്. ഖദീജ ബിയുടെ പിതാവ് ഹുവൈലിദ്. മറ്റേ മറക്കരുത് കേട്ടോ, നമ്മളെ നബിന്റെ ഉമ്മാന്റെ പേര് ആമിന ബീവിയാണ് അല്ലെ. ആമിന ബീവിന്റെ ഉപ്പാന്റെ പേരെന്താ? തെറ്റരുത്. വഹബ് 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 വഹബ്. ഇവിടെ ഖദീജ ബിന്റെ ഉപ്പാന്റെ പേരോ? ഹുവൈലിദ്. അടുത്ത വിവാഹ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയസ്സ് എത്രയായിരുന്നു? 25. അപ്പോൾ നമ്മളെ ഖദീജ ബിക്ക് എത്രയും വയസ്സ് നിങ്ങൾ മറക്കരുത്. അത് നബിക്ക് നുബുവത്ത് കിട്ടിയപ്പോൾ വയസ്സ് എത്രയാണ്? 40. അതേ വയസ്സായിരുന്നു ഖദീജ ബിക്ക് കല്യാണം കഴിക്കുമ്പോൾ. അടുത്ത് ഖദീജ ബിയിൽ നബി തങ്ങൾക്കുണ്ടായ മക്കളുടെ എണ്ണം 6. നന്നായി ഓർത്തു വെക്കുക. ഖദീജ ബിവിക്ക് നബി തങ്ങളുണ്ടായ മക്കളുടെ എണ്ണം 6. അടുത്ത് വിവാഹ സമയം നബി തങ്ങളുടെയും ഖദീജ ബിയുടെയും പ്രായ വ്യത്യാസം എത്രയാണ്? 15. കാരണം ഒരാൾക്ക് 25 മറ്റൊരാൾക്ക് 40 അല്ലേ. അടുത്തത് ഖദീജ ബീവി എത്ര തവണ വിവാഹിതരായിട്ടുണ്ട്? 2 തവണ. ഖദീജ ബീവിക്ക് നബി തങ്ങളുടെ ബഹുമാനവും സ്നേഹവും ഉണ്ടാകാൻ കാരണം എന്താണ്? പിന്നെ ഖദീജ ബീവിക്ക് നബി തങ്ങളോട് സ്നേഹം ബഹുമാനം ഉണ്ടാകാനുള്ള കാരണം ഇതാണ്. നമ്മൾ യാത്രയെ അത്ഭുതവും നബി തങ്ങളുടെ സത്യസന്ധയും മൈസറത്ത് അറിഞ്ഞപ്പോൾ ഖദീജ ബീവിയോട് ആൾ സന്തോഷിച്ചു. അന്ന് നബി തങ്ങൾക്ക് 25 വയസ്സായിരുന്നു. കണ്ടില്ലേ? അപ്പോൾ അതാണ് കാരണം, നബി തങ്ങളുടെ സത്യസന്ധതയ്ക്കാണ് കാരണം. പിന്നെ ഖദീജ ബീവിന്റെ പ്രത്യേകത എന്തൊക്കെ? കാര്യസ്ഥത, ബുദ്ധി കൂർമ്മത, ഭർത്തൃ സ്നേഹം, ഔദാര്യം. ഇതൊക്കെ നമ്മൾ പണ്ട് പരീക്ഷയ്ക്ക് പഠിച്ചതാണ് അല്ലേ. ഖദീജ ബീവി മുമ്പ് 2 തവണ വിവാഹിതരായിട്ടുണ്ട്, അതൊക്കെ നമ്മൾ പറഞ്ഞു. അടുത്തത് ഖദീജ ബീവി തൻ്റെ ധനമെല്ലാം ഡാഷ് ചെലവഴിച്ചു. എന്തിനു വേണ്ടി ചെലവഴിച്ചത്? ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. അടുത്തത് 25 വർഷം നബി തങ്ങൾ ഡാഷ് കൂടെ ജീവിച്ചു. ഖദീജ ബിയുടെ കൂടെ ജീവിച്ചു. പിന്നെ ഖദീജ ബി വഫാത്താവുന്നവരെ നബി തങ്ങൾ മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല. അപ്പൊ നബി തങ്ങളുടെ മക്കൾ എത്ര നമുക്ക് ഓർമ്മ വേണം. എവിടെ? ഇതാ, നബി തങ്ങളുടെ മക്കളിൽ 6 പേരും ഉമ്മു ഖദീജ ബീവിയാണ്. അപ്പൊ നബി തങ്ങൾക്ക് ഖദീജ ബിയിൽ എത്ര മക്കളുണ്ടായി? 6. അടുത്ത പാഠത്തിലേക്ക് നമ്മൾ പോവാണ്. എന്താണ്? അബൂ ഉമയ്യ ഹജറുൽ അസ്വദ് ആദ്യമെത്തിയത് വെള്ളപ്പൊക്കം അല്ലേ. നോക്കാം. അബൂ ഉമയ്യ ആരാ ഈ കഥയിൽ? അബൂ ഉമയ്യ ആരാണ്? അബൂ ഉമയ്യ ഇബ്നുൽ മുഗീറാണ് അഭിപ്രായം പറഞ്ഞത്. എന്താണ് അഭിപ്രായം പറഞ്ഞത്? ഇനി മസ്ജിദുൽ ഹറാമിലേക്ക് ബനു ഷൈബ കവാടത്തിലൂടെ ആദ്യം കടന്നു വരുന്ന വ്യക്തിയെ മധ്യസ്ഥനാക്കാം. നമ്മൾ ചരിത്രം നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ. അടുത്ത കഅബ പുതുക്കി അവിടെ അടുത്ത് ഹജറുൽ അസ്വദ്. സ്വർഗത്തിലെ ശീല. എന്താ ശീല പറഞ്ഞാൽ? കല്ല്. സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട പരിശുദ്ധ ശീലയാണ് ഹജറുൽ അസ്വദ്. അപ്പൊ ചോദ്യം എന്താണ്? പരിശുദ്ധ ശിലയാണ് ഹജറുൽ അസ്വദ്. ഡാഷിൽ നിന്ന് ഇറക്കപ്പെട്ട സ്വർഗത്തിൽ നിന്നും. അടുത്ത സ്വർഗത്തിൽ നിന്നും ഡാഷ് പരിശുദ്ധ ശിലയാണ്, സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ട. അപ്പൊ ഇത് മൊത്തം കാണാൻ പഠിക്കുക. സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട പരിശുദ്ധ ശിലയാണ് ഹജറുൽ അസ്വദ്. പരിശുദ്ധ ശിലയാണ്. പഠിച്ചില്ലേ? അടുത്ത കഅബ ഷരീഫിന്റെ, കഅബയുടെ തെക്ക് കിഴക്ക് മൂലയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കഅബയുടെ തെക്ക് കിഴക്ക്. അവിടെ കഅബയുടെ തെക്ക് കിഴക്ക്. അടുത്ത് ആദ്യമെത്തിയത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കവാടത്തിലൂടെ എത്തിയത്. അടുത്ത വെള്ളപ്പൊക്കം, മക്കയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പോൾ അടുത്ത ചോദ്യം, കഅബ പുതുക്കി പണിയാൻ തീരുമാനിച്ചത് ആരാണ്? മക്കയിലെ ഖുറൈശികൾ അല്ലെ. മക്കയിൽ ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി, അതിൽ കഅബ ഷരീഫ് കേടുപാടുകൾ സംഭവിച്ചു. അതിനാൽ കഅബ ഷരീഫ് പുതുക്കി പണിയാൻ ഖുറൈശികൾ തീരുമാനിച്ചു. അപ്പോൾ ഖുറൈശികളാണ് തീരുമാനിച്ചത് കഅബ പുതുക്കി പണിയാൻ. എന്തുകൊണ്ട്? വെള്ളപ്പൊക്കം ഉണ്ടായി, കഅബക്ക് കേടുപാട്. അടുക്ക് തട്ടം പിടിച്ചു ഉയർത്തിയത് ആരെല്ലാം? ഓരോ ഗോത്രത്തിൽ നിന്നും തിരഞ്ഞെടുത്ത വ്യക്തികൾ. അടുത്തത് ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് വെച്ചത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പുണ്യകരം കൊണ്ട് യഥാസ്ഥാനത്ത് വെച്ചു. അടുത്തത് പ്രശ്നപരിഹാരത്തിനായി അഭിപ്രായം പറഞ്ഞത് ആര്? അബൂ ഉമയ്യത്ത്. നമ്മൾ നേരത്തെ പഠിച്ചു. അടുത്ത മക്ക നിവാസികൾ കഅബയുടെ പുതുക്കി പണിയാനുള്ള കാരണം എന്തായിരുന്നു? നമ്മൾ പഠിച്ചു. കഅബ ഷരീഫ് വെള്ളപ്പൊക്കം ഉണ്ടായി, കേടുപാടുകൾ. കഅബയുടെ പുനർനിർമ്മാണത്തിലുണ്ടായ തർക്കം ഏത് കാര്യത്തിലായിരുന്നു? ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് ആര് വെക്കുമെന്ന് അല്ലേ. പ്രശ്നപരിഹാര സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം എത്രയായിരുന്നു? വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. 35. വയസ്സ് നന്നായി പഠിക്കാൻ. നബി തങ്ങളുടെ വയസ്സ് എത്രയാണ്? 35. അടുത്ത പാഠത്തിലേക്ക് നമ്മൾ പോവാണ്. ഏത് മൂലയിലാണ്? തെക്ക് കിഴക്ക്. അടുത്ത വഹയിന്റെ തുടക്കം.
അല്ലേ? കഴിയാനായി. അൽഹംദുലില്ലാ. നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ വളർന്ന കാലഘട്ടം എങ്ങനെയുള്ളതായിരുന്നു? തിന്മകൾ കൊണ്ട് ഇരുളടഞ്ഞ കാലഘട്ടമായിരുന്നു. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർന്ന കാലത്തുണ്ടായിരുന്ന തിന്മകൾ എന്തെല്ലാം? അക്രമം, അനീതി, ബിംബാരാധന, മിഥ്യാപാനം, ചൂതാട്ടം. നമ്മൾ പണ്ട് പഠിച്ചതാണ്. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി തങ്ങൾക്ക് ആദ്യം വഹി ഇറങ്ങിയ സ്ഥലം എവിടെ? ഹിറാ ഗുഹ. നബി തങ്ങൾക്ക് ആദ്യമായി വഹി ഇറങ്ങിയത് എവിടെയാണ്? ഹിറാ ഗുഹ, ഹിറാ ഗുഹ, ഹിറാ ഗുഹ. ഹിറാ ഗുഹ എങ്ങനെ എഴുതാൻ നോക്കട്ടോ. ജബലുന്നൂറിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? ജബലുന്നൂർ എവിടെ സ്ഥിതി ചെയ്യുന്നു അല്ലേ? പരിശുദ്ധ കഅബയുടെ കിഴക്കായി ഏകദേശം 6 കിലോമീറ്റർ അകലെ ഉയർന്ന നിൽക്കുന്ന മലയാണ് ജബലുന്നൂർ. അടുത്തത്, സൂചകമായി ചില അത്ഭുതങ്ങൾ അനുഭവിക്കൊണ്ട് എന്തൊക്കെ? ശക്തിയായ പ്രകാശം കാണുക, അങ്ങനെയൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാ പാഠങ്ങളും റിവിഷൻ ചെയ്ത് കഴിഞ്ഞു. നന്നായി പഠിക്കുക. താരീഖ് നല്ല ടഫുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും നല്ല ഫുൾ മാർക്ക് ആകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.